സ്ട്രെങ്ത്താണ് ഞാനുണ്ട് എന്നുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. എക്സാക്ട്ലി, അതാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്, അവരുടെ സപ്പോർട്ട്, അത് തന്നെയാണ് നമ്മുടെ വിജയം. ഹായ്, വെൽക്കം ബാക്ക് ടു ദർശന TV സഫലമേ യാത്ര. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദ് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ പ്രശസ്തമായ അറേബ്യൻ ആക്സസ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് എന്ന സ്ഥാപനം, അതിൻ്റെ സാരഥി ജൗഹർ മാലിയക്കലാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ജീവിതത്തിൽ കടന്നു വന്ന വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും ജൗഹർ ഭായ്. വലൈക്കും അസ്സലാം. ദർശന TVയുടെ സഫലമീ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. താങ്ക് യു. ജൗഹർ ഭായ് നാട്ടിലെവിടെയാണ്? നാട്ടിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിലമ്പൂർ വഴിക്കടവ്. നിലമ്പൂർ. ഓക്കെ. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണോ? പഠിച്ചതൊക്കെ നിലമ്പൂരൊക്കെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഇതിപ്പം സൗദിയിൽ വരുന്നത് എപ്പോഴാണ്? 2009 ഞാൻ സൗദിയിലെത്തിയിട്ടുള്ളത്. 2009. എന്തായിരുന്നു നമ്മൾ ആദ്യ കാലത്തൊക്കെ സൗദിയിൽ വന്നിട്ട്? എൻ്റെ പാരൻസ് എല്ലാവരും ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. പാരൻസ്, ഫാമിലി മെമ്പേഴ്സ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇവിടെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. സത്യത്തിൽ അൾട്രാജി ഗ്രൂപ്പിലാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. 2009 ഞാൻ വന്നേക്കുന്നത് അൾട്രാജി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. എന്തായിട്ട്? അവിടെ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അറൗണ്ട് ഒരു 1.5 years ഞാൻ അവിടെ വർക്ക് ചെയ്തു. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ ഒരു മെൻറ്ററും ആയിട്ടുള്ള ഒരു മാനേജറായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അവരുടെ അഡ്വൈസോട് കൂടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് എന്താ പറയുന്നത്, ഗൾഫ് അക്കൗണ്ട്സിന്റെ ബാലപാഠങ്ങൾ എക്സാക്ട്ലി ഡിഫറെൻ്റ് ആണ്. ആ ടൈമിൽ ആൻ്റണി സാർ എന്നിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള തന്നെ നിലമ്പൂരിലുള്ള ഒരാളായിരുന്നു എൻ്റെ മാനേജറായിട്ടുണ്ടായിരുന്നത്. അവരാണ് എന്നെ ഇതെല്ലാം ട്രെയിൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടുന്ന് ശേഷം ഞാൻ പിന്നെ ഒഷാൻകോ എന്നുള്ളത് 2011 ഒഷാൻകോയിൽ ജോയിൻ ചെയ്തു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് അവർക്കുള്ളത്, ലൈക്ക് സർവീസ്, മാനുഫാക്ചറിങ്, ട്രേഡിങ് ആൻഡ് ലൈക്ക് ദാറ്റ്. അവരുടെ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ്. അതിൻ്റെ ഹോൾഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഫസ്റ്റ് അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, സർവീസ് സെക്ഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് ഞാൻ അവരുടെ ട്രഷറി അസോസിയേറ്റിലേക്ക് മാറി, ട്രഷറിയുടെ അസിസ്റ്റൻറ്റ് ഹെഡായിട്ട് മാറി ഞാനവിടെ. അതിനുശേഷം പിന്നെ ഒരു 10 വർഷത്തോളം ഞാൻ അവിടെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അൽട്രാജി ഗ്രൂപ്പിൽ തന്നെ റീജോയിൻ ചെയ്തു. ഫ്യൂ ഡേയ്സ് മാത്രമേ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. മാത്രമേ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അൺഫോർച്യുനേറ്റ്ലി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ അടുത്ത് തന്നെ കിട്ടിയപ്പോൾ ഞാൻ അവിടുന്ന് കിട്ടിയത് ബെറ്റർ ചേഞ്ചസ്, ബെറ്റർ ഫെസിലിറ്റീസും കാര്യങ്ങളും, ബെറ്റർ ഓഫേഴ്സ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തു. ഇമാജിനബിൾ ആയിട്ടുള്ള സാലറിയോട് കൂടി തന്നെ അവർ എനിക്കൊരു ഓഫർ തന്നപ്പോൾ ഞാൻ അവരുടെ ജോയിൻ ചെയ്തു. അവിടെ ഒരു അറൗണ്ട് ഒരു 1.5 years ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഇങ്ങനൊരു പ്ലാനിലേക്ക്, ഓക്കെ, സൗദിയിലെ എൻ്റെ തിങ്സ് ഒക്കെ ഇവിടെ ചേഞ്ച് ചെയ്തു. സൗദി MBS വന്നതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിട്ടിയപ്പോൾ അത് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ലെവലിലേക്കാണ് നമ്മൾ പിന്നീട് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് എന്നുള്ള അറേബ്യൻ ആക്സസ് ഞാൻ ഇവിടെ ഫോം ചെയ്യുന്നത്. 2000 ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് അറേബ്യൻ ആക്സസ്. എക്സാക്ട്ലി, നമ്മൾ ഓൺ പേരിലേക്ക് വരുന്നത്, ഫോർ ഇൻവെസ്റ്റർ ആയിട്ട് വരുന്നത് അറേബ്യൻ ആക്സസിലൂടെയാണ് ഞാൻ വരുന്നത്. 2020 ഞാൻ അറേബ്യൻ ആക്സസ് ഫോം ചെയ്യുന്നത്. ഇന്ത്യയിൽ അതിന് മുൻപ് ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടെ നമ്മൾ ഓൺ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെ സർവീസ്? അതിൽ നമ്മൾ എക്സാക്ട്ലി ഫോറിൻ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻസ്, ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, സൗദിയിൽ ആർക്കെങ്കിലും വന്നിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസും, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫിസിബിലിറ്റി സ്റ്റഡീസ്, അതുപോലെ തന്നെ ലീഗൽ സപ്പോർട്ട്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. അവർക്ക് ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റേഴ്സ്, ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്നതാണ് അവരുടെ PRO വർക്കുകൾ, ലൈക്ക് ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മിനിസ്ട്രി ഓഫ് ലേബർ, മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, എല്ലാ ഇഷ്യൂസിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വരുന്നതാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പ്രൊഫഷണലി അക്കൗണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രൊഫഷനും കൂടി ഇതിനൊപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗ്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓഫീസൊക്കെ ഉണ്ട്. ദമാം റീജിയണൽ ഒരു ഓഫീസുണ്ട്, റിയാദിലുണ്ട്. റിയാദിൽ 3 ഓഫീസാണുള്ളത്. ദമാമിൽ ഒരു ഓഫീസാണുള്ളത്. എത്രത്തോളം സ്റ്റാഫ് ഉണ്ട് നമുക്ക് ഇവിടെ? ആകെ 8 എക്സ്പേർട്സും 3 സൗദിയാണ് ഇവിടെ ഉള്ളത്.
സൗദിയിലുള്ളത്. പിന്നെ ബാക്കി വരുന്നത് ഇന്ത്യയിലാണ് വരുന്നത്. എവിടെയൊക്കെ ഓഫീസ് ഉണ്ട് നമുക്ക് സൗദിക്ക് പുറത്ത്? ഇന്ത്യയിൽ വരുന്നുണ്ട്, ദുബായിലുണ്ട്, പിന്നെ UK വരുന്നുണ്ട്. UK എത്രത്തോളം എല്ലാ ഏരിയയിലും കൂടിയിട്ട് എത്രത്തോളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്? മോർ ദാൻ 40 എംപ്ലോയീസ് ആണുള്ളത്. വേറെ കുറച്ച് സെക്ഷൻസ് ഉണ്ട്, റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയുള്ള കുറച്ചും കൂടി. അത് ഞാൻ ചോദിക്കാനിരിക്കുന്നു, ഈ നമ്മുടെ അറേബ്യൻ ആക്സസ് അല്ലാത്ത മറ്റെന്തെങ്കിലും ബിസിനസ്? 1-2 കോഫി ഷോപ്പുകളുണ്ട്, ഫാസ്റ്റ് ഫുഡുകൾ, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലീസിങ് ചെയ്യുന്നുണ്ട്, ജനറേറ്റർ കാര്യങ്ങളൊക്കെ ലീസിങ് ചെയ്യുന്ന ചെറിയ ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പം ഈ എല്ലാം കൂടിയിട്ട് എത്രത്തോളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്? 40+. ഈ 40+ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു 40+ ഫാമിലിക്ക് അത്താണിയാകുന്നുണ്ട് എന്നുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. എക്സാക്ട്ലി, അതാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്, അവരുടെ സപ്പോർട്ട്, അത് തന്നെയാണ് നമ്മുടെ വിജയം. നമ്മുടെ ബിസിനസ്, നമ്മുടെ ടെൻഷന്, അപ്സ് ആൻഡ് ഡൗൺസ് ഇതൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമാണ്. ബിസിനസ്സിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ, പിന്നെ ടെൻഷൻസ് ഒക്കെ, ഇതൊക്കെ സ്വാഭാവികമാണ്. ആ സമയത്തൊക്കെ നമ്മുടെ വൈഫിൻ്റെ സപ്പോർട്ട് അത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? അൽഹംദുലില്ലാ, നല്ല സപ്പോർട്ടാണ് അവരുടെ അടുത്ത് ഫാമിലിയുടെ അടുത്ത് കിട്ടുന്നത്. എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ നമ്മുടെ ബിസിനസിന്റെ ടെൻഷൻ എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അത് ജസ്റ്റ് ഇവിടെ തന്നെ അതിൻ്റെ ടെൻഷൻസ് ഒരിക്കലും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് അല്ല. കാരണം ഫാമിലി ലൈഫ് എൻ്റർലി ഡിഫറെൻറ്റ് തന്നെയാണ്. അത് അവരോട്ട് മാക്സിമം എൻ്റർടൈൻ ചെയ്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് മാക്സിമം എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് വൈഫിൻ്റെ പേര്? റൂബി ഫെമിൻ. എത്ര മക്കളാണ്? 2 പേര്. വൈഫ് നാട്ടിൽ അടുത്താണോ അല്ല എങ്ങനെ? അറൗണ്ട് 60 കിലോമീറ്റേഴ്സ് കല്ലാണ്. ഇപ്പം സൗദി തന്നെയാണോ? സൗദിയിലുണ്ട്. എത്ര മക്കളാണ്? 2 പേരാണുള്ളത്, ഒരു ബോയ് ഒരു ഗേള്. ഹസ്ബൻഡ് 8 വയസ്സായി, 4th സ്റ്റാൻഡേർഡിൽ. സെക്കൻഡ് വൺ ഇവ ഏജ് 3 years ആയി. അപ്പം ജസ്റ്റ് KG സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, ചേർത്തിട്ടില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലും അതാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ പിന്നെ ബിസിനസ് രംഗത്താണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മുടെ പാരൻസ് അവർ നമുക്ക് പകർന്ന് നൽകുന്ന ആ ഒരു മൂല്യം ഉണ്ടല്ലോ, ധാർമ്മിക മൂല്യം, അത് വളരെ വലുതാണ്. നമ്മുടെ സക്സസിൻ്റെ മെയിൻ കാരണങ്ങളിൽ ഒന്ന് അതും കൂടിയാണ്. അപ്പോൾ താങ്കളുടെ പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് താങ്കളുടെ ലൈഫിൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പാരൻസ് ബിസിനസ് ഫാമിലിയാണ്. അവരുടെ ഇവിടെ സൗദിയിൽ വന്നിട്ട് അവരുടെ സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഷോപ്പുകളൊക്കെയാണ് എൻ്റെ ഫാദർ നടത്തിക്കൊണ്ടിരുന്നത്. അത് കണ്ടിട്ടാണ് നമ്മളിവിടെ പഠിച്ചിട്ടാണ് നമ്മളിവിടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അത് ഫോളോ ചെയ്തിട്ട് ആണ് നമ്മൾ ഇവിടെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഫാദറിന്റെ പേര്? അസൈനാർ. ഉമ്മ ഖദീജ. അവരും ഗൾഫിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് വീക്കിൽ അവർ നാട്ടിലേക്ക് പോകും. അവരിപ്പോൾ ഫ്രീക്വൻ്റ്ലി ഇവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി 3 month 4 month ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം ഫാദറിന്റെ ബിസിനസ് ഒക്കെ ഇപ്പം നിങ്ങളാണോ? ഞാൻ 2 ബ്രദേഴ്സും ഉണ്ട് എനിക്ക്. ഞങ്ങൾ 3 പേരും ഇവിടെ തന്നെയാണ് ഉള്ളത്. ജംഷീദ്, അതുപോലെ തന്നെ ജസീം, 2 ബ്രദേഴ്സ്. താങ്കൾക്ക് നമ്മുടെ നാട്ടിലും ബിസിനസ് ഉണ്ട്, ഇവിടെയും ബിസിനസ് ഉണ്ട്. നമ്മുടെ ബാക്ക് ഓഫീസ് വരുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, അത് എവിടെയെന്ന്? മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിലമ്പൂരിലാണ് നമ്മുടെ ബാക്ക് ഓഫീസ് വരുന്നത്. അവിടെയും ഇവിടെയും തമ്മിൽ പ്രധാന വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബിസിനസ്സിൽ? ഇവിടെ കോമ്പറ്റീഷൻ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. നാട്ടിൽ കോമ്പറ്റീഷൻ നല്ലോണം വരുന്നുണ്ട്. സോ പിന്നെ നമ്മളിവിടെ വരുന്നത് ബാക്ക് എൻഡ് ഓഫീസാണ് നമ്മുടെ നാട്ടിൽ വരുന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ബാക്കപ്പ് ഓഫീസ് മാത്രമാണ് നമ്മൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് പ്രോസസ്സും കാര്യങ്ങളുമാണ്, പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സർവീസുകൾ കാര്യങ്ങളാണ് നമ്മൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പുതുതായിട്ട് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഈ പിന്നെ ബിസിനസ് സെറ്റപ്പ് അതായത് ലൈസൻസ് പോലുള്ള ഡോക്യുമെൻറ്റേഷൻ അത് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളാണ്. ഇപ്പോഴത്തെ സൗദിയുടെ ഫെസിലിറ്റി പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളാണ്. അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 2 years അബവ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അക്യൂർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളൊരു കമ്പനി മോർ ദാൻ 2 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു കമ്പനിയുടെ ഡോക്യുമെൻറ്റേഷൻ, മോഫ എംബസി അറ്റസ്റ്റേഷനാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. ആ പ്രോസസ്സാണ് നമ്മൾ ഇന്ത്യയിൽ വെച്ചിട്ട്, ഇന്ത്യയിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഡോക്യുമെൻറ്റേഷനോട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു പ്രോസസ്സ്. അതിനെടുക്കുന്ന ടൈം പീരീഡ് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 20 days ആണ്. അതിന് നാട്ടിൽ നിന്ന് എടുക്കുന്ന ടൈം പീരീഡ് എന്നാണ്. അതിനുശേഷം ആ ഒറിജിനൽ ഡോക്യുമെൻറ്റ് നമ്മൾ സൗദിയിലേക്ക് കൊണ്ടുവന്ന് വിത്തിൻ 30 days മാക്സിമം ടൈം പീരീഡ് ആണെങ്കിൽ ഏറ്റവും സെറ്റ് കാര്യങ്ങളും പ്രോസസ്സ് നമ്മൾ ഇവിടുന്ന് തീർത്തു കൊടുക്കുന്നുണ്ട്. വിത്തിൻ 30 days ഉള്ളിൽ നല്ല ഫാസ്റ്റാണ് ഇവിടുത്തത്. മിനിസ്ട്രിയുടെ അതാണെങ്കിലും മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആണെങ്കിലും മിനിസ്റ്റർ ഓഫ് ലേബേഴ്സ് അറൗണ്ട് 16 ഓൺലൈൻ സൈറ്റുകൾ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് സൗദിയിൽ. ഈ 16 സൈറ്റുകളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻസും കാര്യങ്ങളും എടുക്കുന്നത് 3 to 5 working days ആണ് നമുക്ക്
ഇവിടെ എടുക്കുന്നത്, ഓരോ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അവരുടെ ഡോക്യുമെൻറ്റേഷൻ വെരിഫൈ ചെയ്ത് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവിടെ അപ്രൂവൽ തരുന്നത്. സോ അതിനെടുക്കുന്ന ടൈം പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്കൊരു 30 ഡേയ്സ് 30 ഡേയ്സിൻ്റെ അകത്ത് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിവേ താങ്കളുടെ ഈ തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിനിടയിലും നമ്മുടെ ഈ സഫലമി യാത്ര എന്ന പ്രോഗ്രാമിന് സമയം തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. നമ്മൾ ഇനിയൊരു അവസരത്തിൽ വീണ്ടും കാണും. അസ്സലാമു അലൈക്കും. താങ്ക് യു.